ഹായ്. സ്ത്രീ വിരുദ്ധനായ രജിത്തിന്റെ കോമഡി കേട്ടായിരുന്നു. ഞാൻ വിചാരിച്ച ആദ്യം ഇതിനെ റിയാക്ട് ചെയ്യണ്ട, മിണ്ടാതിരിക്കാന്ന്. ഇവന് വട്ടാണ്, അല്ലെങ്കിൽ പിന്നെ ഇവന്റെ കാര്യം നമ്മളെന്തിനു പറയാൻ പോണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കരഞ്ഞോണ്ട് വന്നിട്ടുണ്ട്, എല്ലാവരും കൂടെ തെറി വിളിക്കണമെന്ന്. അയ്യോടാ, എല്ലാവരും നിനക്കങ്ങോട്ട് തീർത്തത്തെന്ന് വിളിക്കാൻ പാടില്ലടാ. അങ്ങനെ എല്ലാവരും നിന്നെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയം എന്താണെന്ന് കേൾക്കണ്ടേ. എന്നിട്ട് അനീഷിന് 10 lakhs rupees കൊടുക്കുന്നുണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അക്സെപ്റ്റൻസ് കൂടുതലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കിട്ടിയ സ്വീകരണം, പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അനീഷിന് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അനീഷിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഒരു 10 lakhs കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഒന്നും കിട്ടാതെ വെറും കൈയോടെയൊന്നും അല്ല അനീഷ് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, മൈജി കൊടുക്കുന്ന ഒരു കോമണറായി മൈജിയുടെ ത്രൂ ആണ് അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ മൈജി കൊടുത്തിരിക്കുന്ന ഫർണിച്ചേഴ്സ്, ഫുൾ വീട്ടിലേക്ക് വേണ്ട എല്ലാ സർവ്വഗൃഹോപകരണങ്ങളും കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതായത് ഫർണിച്ചർ വരാം, ഇലക്ട്രിക് ഐറ്റംസ് വരാം, എല്ലാം കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈജിയുടെ ചെയർമാൻ. അതേപോലെ ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഇപ്പോൾ 10 lakhs കൊടുക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇത്രയും ദിവസം നിന്നതിൻ്റെ ഒരു എമൗണ്ട് പെർ ഡേ വെച്ചിട്ട് എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് നല്ലൊരു എമൗണ്ട് പുള്ളിക്ക് കിട്ടുകയും ചെയ്യും. 100 days പുള്ളി അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ വെറും കൈയോടെയൊന്നുമല്ല വന്നിട്ടുള്ളത്, ആൻഡ് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും തുടർന്ന് ആളുകളോട് സഹകരിച്ചാൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കുമെന്നുള്ളതും വസ്തുത. അപ്പോൾ ജയിച്ചത് അനുമോൾ ആയതുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മോശപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ തന്നെ അവരൊന്ന് കൺസേൺ ചെയ്തു എന്നുള്ളത് വസ്തുത. അതൊക്കെ, അതുവരെ ഓക്കെ. ഇത് കണ്ടിട്ട് ഇയാൾക്ക് തുള്ളപ്പനി വന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും അയാൾ പറഞ്ഞൊന്ന് കേൾക്കാം. നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് വലിയ വീഡിയോകളൊന്നും ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാലും പെട്ടെന്നൊരു വീഡിയോ ഇടണം എന്ന ആഗ്രഹവും ആവശ്യവും ഉണ്ടായതുകൊണ്ടാണ്. ഒന്നുകൊണ്ടല്ല, അനിമോൾക്ക് കപ്പ് കിട്ടി, 50 ലക്ഷം കിട്ടി. പിന്നെ അനിമോൾ നിന്ന് അത്രയും ദിവസത്തെ 100 ദിവസത്തെ എത്ര വെച്ചാണ് എമൗണ്ട്, അത്രയും ലക്ഷങ്ങൾ കിട്ടി. അതുപോലെ തന്നെ അനീഷിനും എത്ര ദിവസം നിന്നോ അത്രയും ദിവസത്തെ ആ എമൗണ്ടും കിട്ടി. പക്ഷെ അനീഷിന് ട്രോഫി കിട്ടിയില്ല. ഒരു ഷോയിൽ ഒരാളിനല്ലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ട്രോഫി കിട്ടിയില്ലെങ്കിൽ പോലും അനീഷിനെ കൺസിഡർ ചെയ്തുകൊണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ സമ്മാനമായി നൽകി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് കോൺഫിഡന്റ് ഗ്രൂപ്പിലെ റോയ് സാറിനും അതിന്റെ ടീമിനും എല്ലാം എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ അഭിനന്ദനങ്ങൾ. ഞാനെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആരോട് വൈരാഗ്യമില്ല, ദേഷ്യമില്ല. കാരണം ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സൺ. ഒരു ഷോയിൽ ജനങ്ങളുടെ വോട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരാളിനെ ഏത് പ്രോഗ്രാമിനും വിന്നർ ആവാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം അതിന്റെ താഴേക്ക് വരത്തുള്ളൂ. പക്ഷെ അനീഷിന് ഈ ഒരു കേസിൽ ഇവിടെ 10 ലക്ഷം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും, റോയ് സാറിനും ടീമിനൊക്കെ അഭിനന്ദനങ്ങൾ. റോയ് സാറെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഒരുപക്ഷെ അങ്ങ് മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സീസൺ 2 എന്ന് പറയുന്ന ആ സീസണിൽ 74ാമത്തെ ദിവസം ഷോ നിന്നു. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അത് മൊത്തം ലാഭത്തിലാണ്. പക്ഷെ അങ്ങേക്ക് അറിയാം, ആ ഷോ ഏറ്റവും കൂടുതൽ വൈറലായി ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിങ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായി ജനകീയമാക്കിയതാണ്. അപ്പൊ 50 ലക്ഷം ഒന്നും ഞാനും ഇയാൾ അന്നത്തെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അയാൾക്ക് 50 ലക്ഷം രൂപയൊന്നും കിട്ടിയില്ല. അയാളായിരുന്നു വിന്നർ എന്നാണ് അയാൾ സ്വയം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഷോയിലെ കോമണറാണ്. 50 ലക്ഷം തന്നില്ലെങ്കിലും ഇതുപോലെ 10 തന്നില്ലെങ്കിൽ 5 എന്തെങ്കിലുമൊക്കെ എന്നെ കൂടെ പരിഗണിക്കാം. അത് എനിക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾക്കും അതുപോലെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾ ഞാൻ ഒത്തിരി ചാരിറ്റി ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കത് കിട്ടും. അല്ലടാവേ, അത് അയാൾക്ക് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യിക്കണോ? അതെന്തുവാ അത്? ഇതിപ്പോൾ ഒരുമാതിരിയില്ല. വീട്ടില് ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യ പൈസ ചോദിക്കുന്ന കണക്കാണല്ലോ. വീട്ടു ചെലവ് നടത്തണം, ചന്തയിൽ പോയി മീൻ വാങ്ങിക്കണം, ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്യണം, അതുകൊണ്ട് എൻ്റെ കാശ് തന്ന് അങ്ങേര് വാങ്ങിക്കൊണ്ട് തന്നത് വെച്ച് അവിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് പോരാതെ തന്നെ നിൻ്റെ കയ്യിൽ കാശ് തരണം എന്നുള്ള ഒരു ടൈമാണ്. അതുപോലൊരു വർത്തമാനമാണല്ലോടാ ഇയാൾ എന്തുവാടെ ഈ പറയുന്നേ. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പണ്ടേ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അവർക്കത് ചെയ്യണമെങ്കിൽ അവർക്ക് അറിഞ്ഞൂടെ ചെയ്യാനായിട്ട്. അത് നിൻ്റെ ഈ തരേണ്ട കാര്യം എന്താ? ഇനി ബിഗ് ബോസിൽ നീ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വേണ്ട, അങ്ങനെയാണെങ്കിൽ നീ അവിടെ കാണിച്ചത് എന്തായിരുന്നടാ? ഒരു പെങ്കൊച്ചിൻ്റെ കണ്ണിലേക്ക് മുളക് അരച്ചങ്ങ് തേച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മളിതൊക്കെ കേട്ടിട്ടുണ്ട്. ക്രൂവൽറ്റി അതിൻ്റെ പീക്ക് സെക്ഷനാണ് ഈ കണ്ണിൽ മുളക് തേച്ച് കൊടുക്കുക, ചുണ്ടിൽ മുളക് തേച്ച്. തെറി പറയുന്ന കുട്ടികളെയൊക്കെ ചുണ്ടിൽ മുളക് തേച്ച് കൊടുക്കും. പറഞ്ഞ അനുസരിക്കാത്തതിന്, വിടുവായത്തം പറയുന്നതിനൊക്കെ പണ്ടൊക്കെ ചെയ്ത് ഇങ്ങനെ പണിഷ്മെൻ്റൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മുളക് ഉടച്ചങ്ങ് വെച്ച് കൊടുക്കും എന്ന് പറയും. ഇതൊക്കെ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ കണ്ടത് ഒരു പെൺകുട്ടിയുടെ കണ്ണുകളിൽ മുളക് അരച്ചങ്ങ് തേച്ച് കൊടുക്കുക. അതോടെ അവൾ പറഞ്ഞ് ഇറക്കി വിട് നാശത്തിനേന്ന്. അങ്ങനെ ഇറങ്ങിപ്പോയവനല്ലേ നീ.
കൊറോണ സമയത്ത് അമ്മാതിരി കൂക്കുവിളിയും ബഹളവും വെച്ചിട്ട് നിന്നെ പോലീസും പിടിച്ചതല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. യാതൊരു രീതിയിൽ സാമൂഹികമായിട്ട് യാതൊരു പ്രതിബദ്ധതയും കാണിക്കാത്ത, ഒരു രീതിയിലുള്ള സോഷ്യൽ അവയർനെസ്സോ അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോ കാണിക്കാത്ത ഇവനാണ് അതിൻ്റെ വിന്നരി എന്ന് നമ്മൾ വിശ്വസിക്കണം കേട്ടോ, വിശ്വസിക്കണം. പട്ടിണി പാവങ്ങളെ കുറെ പേരെ സഹായിക്കാൻ പറ്റും. പട്ടിണി പാവങ്ങള് നിന്റെ പട്ടിണി മാറ്റാനല്ലേടാ ഇപ്പൊ ഈ ഐഡിയ കൊണ്ട് ഇറങ്ങിയത്, കള്ള പടുക്കൂസേ. ഞാൻ എന്തായാലും എടുക്കത്തില്ല. എക്സ്ട്രാ കിട്ടുന്ന മണിയിൽ മിക്കതും ചാരിറ്റി തന്നെയാണ്. അതുകൊണ്ട് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫലി സാറ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് റംസാന് എനിക്ക് നല്ലൊരു എമൗണ്ട് തന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ ചാരിറ്റി ചെയ്യുന്നത്. ശരി, ഇപ്പോഴും പിച്ച എടുത്തോണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ തന്നെ ഈ യൂസഫ് അലി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെയൊക്കെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് വേണോ? ഇവിടെ നിനക്ക് തരുന്ന പിച്ചയല്ലേ അത്, നീ വാങ്ങിച്ചെടുത്തോ. പിച്ച എടുത്ത് തിന്നുന്നു എന്നുള്ളത് പബ്ലിക്ക് വന്ന് പറയാൻ കാണിച്ച ഒരു ധൈര്യം സമ്മതിച്ചു. അപ്പോ അങ്ങനെ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ. ആ സീസൺ 7 എല്ലാ പോടെ വെച്ചിട്ട് പോടെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം ഇന്നിപ്പോ എന്താ കിട്ടി? നമസ്കാരം. ബിഗ് ബോസിലെ അനീഷിന് കോൺഫിഡന്റ് ഗ്രൂപ്പ് റോയ് സാർ 10 ലക്ഷം രൂപ കൊടുത്തതിന് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. കൂട്ടത്തിൽ സീസൺ 2 അഭിനന്ദനം മാത്രമായിരുന്നല്ലോ, വിച്ചയും കൂടെ ചോദിച്ചില്ലായിരുന്നോ നീ? അത് മറന്നുപോയാ? 10 ലക്ഷം രൂപ നിനക്കും കൂടെ വേണമെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സമ്മാനമൊന്നും കൊടുക്കേണ്ടി വരാതെ ആ സീസൺ തീർന്നപ്പോൾ സീസൺ 3 സീസൺ കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നു. ഏകദേശം 85-90 ദിവസം ആ ലെവലിലെങ്ങാണ്ടായപ്പം മണിക്കുട്ടനെ തിരിച്ചു വിളിച്ച് സമ്മാനം കൊടുത്തിരുന്നു. അപ്പൊ ഞങ്ങളുടെ സീസൺ ഏറ്റവും കൂടുതൽ വൈറലാവുകയും ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടുകയും ജനകീയമാകും. ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോക ജനങ്ങള് ഏറ്റെടുത്തത് അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ 50 ലക്ഷം അല്ലെങ്കിൽ എന്റെ വിന്നറിന്റെ കപ്പ് അല്ലെങ്കിൽ വിന്നറിന്റെ എമൗണ്ട് മറ്റാർക്ക് കൊടുത്താലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവരെല്ലാം എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഞാൻ ആ ഷോയ്ക്ക് വേണ്ടി മരിച്ചു കളിക്കുകയായിരുന്നു. അതെല്ലാവർക്കും അറിയാം. അപ്പം അനീഷിനിപ്പം കഴിഞ്ഞിറങ്ങിയിട്ട് ഇങ്ങനെ നാളിത്രയും കഷ്ടപ്പെട്ടതിന് ഉള്ള ഒരു ചെറിയ എമൗണ്ട് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ എന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. പക്ഷെ അഡീഷണൽ ആയിട്ട് എനിക്ക് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം ഞാൻ ചാരിറ്റിക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ധാരാളം നന്മയുള്ള മലയാളികൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ചാരിറ്റി പർപ്പസിന് വേണ്ടി അതും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വൃദ്ധസദനങ്ങൾ, കേരളത്തിലെ വൃദ്ധസദനങ്ങൾ, അതുപോലെ ക്യാൻസർ ആയിട്ട് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, രോഗികളായിട്ടുള്ളവർ, എല്ലാ പ്രായത്തിലുള്ള രോഗികൾക്കും പല രീതിയിൽ ഞാൻ ചാരിറ്റി ചെയ്യാറുണ്ട്. കൂടാതെ അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന പാവപ്പെട്ട പഠിക്കാൻ എടുക്കലായ കുട്ടികളുടെ പഠനോപകരണം, അല്ലെങ്കിൽ അമ്മയില്ലാതെ അച്ഛൻ വളർത്തുന്ന സിംഗിൾ പാരന്റുള്ള ഒരു ചൈൽഡിനുള്ള ഒക്കെ വളരെയുള്ള പണമാണ്. ബിഗ് ബോസ് സീസൺ 2 ആ ഷോയെ ജനകീയമാക്കാൻ വേണ്ടി, വിജയിപ്പിക്കാൻ വേണ്ടി 70 ദിവസം ഞാൻ മാട് പോലെ പണി ചെയ്തപ്പോൾ എനിക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അന്ന് അതിൽ ഏറ്റവും ചെറിയൊരു റെമ്യൂണറേഷനാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ബാക്കി അഡീഷണൽ ആയിട്ട് ഇതുപോലെ കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ അത് അങ്ങനെ ഉള്ള അധികാരികളിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് പോലെ കിട്ടുകയാണെങ്കിൽ അത് എന്റെ ചാരിറ്റി പർപ്പസിന് കൂടുതൽ ചെയ്യാമല്ലോ. അല്ലാതെ പിരിച്ച് ചാരിറ്റി ചെയ്യാറില്ല. ഞാൻ റെസിപ്റ്റ് അടിച്ച് പിരിച്ച് ചാരിറ്റി എല്ലാവരും ഇതിന്റെ പേര് പിരിച്ച് ചാരിറ്റി ചെയ്യൽ എന്ന് തന്നെയാണ്. നീ സമ്പാദിക്കുന്ന പൈസ കൊണ്ടുനടന്ന് കൊടുക്കുക. നാട്ടുകാരടുത്തുനിന്ന് ചോദിച്ച് വാങ്ങിച്ച് കൊടുക്കുന്നതിനാണ് പിരിച്ച് ചാരിറ്റി ചെയ്യൽ എന്ന് പറയുക. നിനക്ക് നല്ല സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അവരാരും നിന്നെ വിളിച്ചില്ലല്ലോ. ഇവിടെ ഒരുപാട് പേര് ചാരിറ്റി ചെയ്യുന്നുണ്ട്. നന്മമാരെ തട്ടിപ്പും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് കുക്കാക്ക. അയ്യോടാ, നാണം കെട്ടും പണമുണ്ടാക്കി നാണക്കേടാ പണം തീർക്കുക. നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ. സ്ത്രീവിരുദ്ധത പറഞ്ഞാൽ തന്നെ നല്ല തുക കിട്ടുമല്ല. ഇതുപോലെ തന്നെ ചാനലിൽ വന്നിരുന്നുകൊണ്ട് വർത്താനം പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കിട്ടുമല്ല. വാങ്ങി നക്കുന്നുണ്ടല്ലോ. സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ കള്ളത്തരങ്ങളും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. സ്വയം പുകഴ്ത്തുകയാണ്. ഞാൻ ഭയങ്കര ചാരിറ്റി മാന്യനാണ്, ഞാൻ അവിടെ ചാരിറ്റി ചെയ്യുന്നു, ഞാൻ ഇവിടെ ചാരിറ്റി ചെയ്യുന്നു, ഞാൻ എങ്ങനെ ചെയ്തു. പിന്നെ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ അറിയാനെ കൊണ്ട്? അവർക്ക് ചാരിറ്റി ചെയ്യണമെങ്കിൽ അവർ ചെയ്തോണ്ട്. നിന്റെ കയ്യിൽ തന്ന് നീ ചെയ്യണമെന്ന് പറയണത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, 70 ദിവസം മാട് പോലെ പണി തന്നു. ആ മാട് പോലെ പണിതതിനാണ് അവിടുന്ന് കിട്ടിയ പണി തുക. ഒരു ദിവസത്തിന് ഇത്രയെന്ന് വെച്ചിട്ടല്ലേ പോയത്. നീ ആ എഗ്രിമെന്റ് സൈൻ ചെയ്തല്ലേ അതിനകത്ത് കയറിയത്. നിനക്ക് ഒരു ദിവസത്തെ ഇത്ര പൈസ മതിയെന്ന് പറഞ്ഞിട്ടല്ലേ നീ അതിനകത്ത് ഒപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് അതിനകത്ത് കയറി എന്ത് മാട് പോലെ പണിത്? AC റൂമിനകത്തിരുന്ന് ചോറും കറിയും തിന്നതാ. അതുണ്ടാക്കി ആ പിള്ളേരെയൊക്കെ തോന്നിവാസവും വൃത്തികേടും പറഞ്ഞ് പെണ്ണുമ്പിള്ള തുണിവൊക്കി കാണിച്ച കാര്യവും പെണ്ണുമ്പിള്ള പ്രസവ സമയത്ത് തുണിവൊക്കി കാണിച്ച കാര്യമൊക്കെ പറഞ്ഞതിനാണ് നിനക്ക് പൈസ കിട്ടേണ്ടത്. നീ സ്വയം അങ്ങ് വിചാരിച്ചിരിക്കുകയാണ് നീ ആയിരുന്നു ഭയങ്കര വിന്നറെന്നല്ലേ. ഇനി അതുപോലെ വേറെ മറ്റേ കുട്ടിയുടെ കാര്യം പറയണം, മണി കണ്ടനാ അവനെ വിളിച്ചു കൊടുത്തെന്ന്. അതൊക്കെ അവരൊക്കെ ആപ്റ്റായ, അവരൊക്കെ ജയിക്കാൻ യോഗ്യതയുള്ളവരായിരുന്നു. നിനക്ക് എന്താണ് യോഗ്യത? നിന്നെ ഒരു പെണ്ണ് പിടിച്ച് പുറത്താക്കുന്ന ലെവലിലേക്ക് നീ തെറ്റവിടെ ചെയ്ത ഒരു വ്യക്തിയാണ്. യാതൊരു രീതിയിലും അർഹതയില്ലാത്ത ഒരുത്തൻ ഇരുന്നുകൊണ്ട് എനിക്ക് അർഹതയുണ്ട് എനിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറയുക?
എടാ കോമൺ സെൻസ് ഇല്ലാത്ത ഒരു കഴുതയായിപ്പോയല്ലോ ഇവനെന്നുള്ളതാണ്. അത് മാത്രമല്ല, നിന്റെ സീസൺ കഴിഞ്ഞില്ലേ, പിന്നെ നീ താളം അടിക്കണതിന് നിന്റെ അടുത്ത് ആരെങ്കിലും വന്ന് വല്ലതും ചോദിച്ചാ താളം അടിക്കാനായിട്ട്? പിരിച്ചിട്ട് കുറെ പേര് അങ്ങനെ ചാറ്റ് ചെയ്യാറുണ്ട്, പിരിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക. ഞാൻ അങ്ങനെയല്ല ചെയ്യുക. ഞാൻ പണിയെടുത്തുണ്ടാക്കുന്ന പൈസയാണ് ചാരിറ്റിക്ക് വിനിയോഗിക്കുന്നത്. അതാവാതെ അംഗീകാരങ്ങളൊന്നും ആഗ്രഹിച്ചെന്നല്ല, എന്റെ സംതൃപ്തി അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ചാരിറ്റി പർപ്പസിന് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ആ വീഡിയോടൊപ്പം ഞാൻ ആ ഒരു കമന്റോടെ ചേർത്തത്, അല്ലെങ്കിൽ അത് ചോദിച്ചത്. തന്നില്ലെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല, എനിക്ക് തരേണ്ടതെല്ലാം ദൈവം തന്നോളും. കാരണം ഞാൻ ഉറച്ച വിശ്വാസിയാണ്, സത്യവിശ്വാസി. പക്ഷെ അതിന് ഒത്തിരിയേറെ പേർ വന്ന് തെറി വിളിച്ച് അനാവശ്യങ്ങൾ വിളിച്ച് അനീഷിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കമന്റ് പറയുന്നത്. അനീഷിനെ ഞാൻ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ആ എമൗണ്ട് ചോദിച്ചതിനെ കുറിച്ച് ഒരുപാട് തെറി പറയുന്നു. ഞാൻ അനീഷിനെ അല്ലെങ്കിൽ അതിൽ പലരും എന്ന് പറയുന്നത് ഷോ ഒരു പബ്ലിക് ഷോയാണ്. ആ ഷോയിൽ ചില പ്രവർത്തനങ്ങൾ ശരിയല്ലായിരുന്നു പലരുടെയും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ചിലരുടെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ചില പ്രവർത്തനങ്ങൾ ശരിയല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയപ്പോൾ അതിന് ഞാൻ വീഡിയോ ഇട്ടതാണ്. ഷോ കഴിഞ്ഞു ഞാനത് നിർത്തി. ഷോ പബ്ലിക് ഷോ ആണ്, പബ്ലിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാം എല്ലാ അർഹതയുണ്ട്. പക്ഷെ ഷോ കഴിഞ്ഞു ഞാനത് നിർത്തി. പക്ഷെ അതിന് എനിക്ക് എന്തെങ്കിലും ചാറ്റ് ചെയ്യാൻ കിട്ടിയാൽ കൊള്ളാമെന്ന് ചോദിച്ചാൽ എന്നെ ഇത്രയും വലിച്ചു കയറി എന്റെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞ്, എന്റെ അമ്മയെ പറഞ്ഞ്, എന്തെല്ലാം രീതിയിലാണ്, മഹാവൃത്തികെട്ട രീതിയിൽ. മലയാളികളൊന്നും ഇങ്ങനെ ആവില്ല. ഇത് കൂലിപ്പെട്ടാളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ തോന്നുന്നു. അല്ലെങ്കിൽ PR വർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് കിട്ടാതെ പോയ വിജയിക്കാൻ ട്രോഫി. അനീഷിന്റെ PR എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ അനുമോളെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ പറയുന്നില്ല, ഈ അനീഷിൻ്റെ PR വന്ന് ഇമാതിരി തെറി വിളിച്ചു എന്ന് പറയുന്നത്. ഇനി അയാൾ വന്ന് അയാളുടെ ആൾക്കാർ വന്ന് ഇനി ഇങ്ങനെ തെറി വിളിച്ചാൽ എന്ത് പ്രയോജനം? അയാൾക്ക് 10 ലക്ഷം രൂപ കിട്ടിയതിനെ താങ്കൾ മറ്റൊരു രീതിയിൽ കണക്കാക്കിയിട്ട് വീണ്ടും താങ്കൾക്കും കൂടെ വേണമെന്ന് പറഞ്ഞതിനാണ് ആളുകൾ പറഞ്ഞത്. അതിനകത്ത് PR-ന് എന്ത് കാര്യം? എന്തിനാ അനീഷിൻ്റെ PR-ൻ്റെ അല്ലേ കയറുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്ത് അടിസ്ഥാനത്തിലാണ്? അതിൻ്റെ ആവശ്യം എന്തുവാ? എനിക്ക് തോന്നുന്നില്ല അനീഷിൻ്റെ PR ജെന്യൂനായിട്ട് ആളുകൾ പറഞ്ഞാണ് ഇയാൾക്ക് അത് PR ആയിട്ടാണ് തോന്നിയത്. PR-നെ കൊണ്ടുള്ള ഒരു ശല്യം. സീസൺ 7 കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നു പറഞ്ഞാൽ എല്ലാവരും PR ഒന്ന് നിലവിളിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഈ ഷൊട്ടയുടെ വർത്തമാനം കേട്ടോണ്ടിരിക്കാൻ നേരെയില്ല. ഒന്നാമത്തെ കാര്യം, ഇയാളൊരു സ്വയം പുകഴ്ത്തിയാണ്. പറയുന്നതൊക്കെ അട്ടർ നോൺസെൻസ് ആൻഡ് വേസ്റ്റ് ആണ്. ഇയാൾ ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് തന്നെ വലിയ അബദ്ധമായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ആ സീസൺ കാണാതിരിക്കാൻ ഒരു കാരണം ഇയാൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വല്ലതും പറഞ്ഞു പോകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ സീസൺ കണ്ടതേ ഉണ്ടായിരുന്നില്ല. ഇയാൾ പുറത്തിറങ്ങി വരുമ്പോൾ കൊറോണയുടെ ഇഷ്യൂവിൽ എന്തോ എയർപോർട്ടിൽ പ്രോബ്ലം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ആളുകൾ പോയി കാണുകയും, അതായത് റെസ്ട്രിക്റ്റഡ് ആയിരുന്ന സ്ഥലത്തേക്ക് ഇരച്ചു കയറിയ ആൾക്കാർ പോയതിൻ്റെ പേരിൽ കേസൊക്കെ വന്നതായിട്ടൊക്കെ അറിയാം. അങ്ങനെയൊക്കെ ന്യൂസ് കണ്ടിരുന്നു. അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നതിനപ്പുറം ഈ വ്യക്തിയോട് യാതൊരു ഇതും തോന്നിയിട്ടില്ല. പിന്നെ ഇയാൾ പുറത്തിറങ്ങാനുള്ള റീസൺ ഒരു പെൺകുട്ടിയുടെ കണ്ണുകളിൽ എന്തോ മുളക് വാരി തേച്ച് കൊടുത്തതാണ് എന്നുള്ളതും അറിഞ്ഞിരുന്നു. ഇത്രയും സച്ച് എ ക്രൂവൽ പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോഴും നിന്നുകൊണ്ട് താളം ചവിട്ടുന്നത് കാണുമ്പോൾ പുച്ഛം തോന്നുന്നത്. നിനക്ക് നിന്നെപ്പറ്റി അറിയത്തില്ലെങ്കിൽ ആ പെൺകുട്ടി നിന്നെ വെറുതെ വിട്ടതുകൊണ്ടാണ്. ഞാനാണെങ്കിൽ കേസ് കൊടുത്ത് നിന്റെ അണ്ണാക്കി തന്നിട്ടുണ്ടാവും. അമ്മാതിരി ഒരു വൃത്തികെട്ട പരിപാടിയാണ് നീ ചെയ്തത്. സ്ത്രീകളോട് വിരോധമാകാം, പെറ്റ തള്ളയും കൂടെ നോക്കിയിട്ട് വേണം വിരോധിക്കാൻ. അതാണ് വേണ്ടത്. അല്ല സ്വയം അങ്ങ് വിരോധിച്ച് അങ്ങ് തള്ളുകയില്ല വേണ്ടത്. പിന്നെ ഇയാൾ മുമ്പ് എന്തോ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേര് പറയാതെ ഒരു ഇരട്ട പേര് പറയുന്നുണ്ടായിരുന്നു. എടാ നിനക്ക് എച്ചക്കല നാറി കാവൂർക്കി, എനിക്ക് നിൻ്റെ മറ്റേ പേര് അറിഞ്ഞൂടാഞ്ഞിട്ടല്ല, പറയാൻ അറിഞ്ഞൂടാഞ്ഞിട്ടുമല്ല. നീ എടുത്തു നോക്ക്, അപ്പം അറിയാം അങ്ങനെ ഇരുത്തി ഞാൻ തരുന്നത്. മനസ്സിലായാ? ഓരോ പെണ്ണുങ്ങൾക്ക് ആഗ്രഹങ്ങൾ കൊടുത്തിട്ട് കണ്ടവളുമാരെയൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്തിനകത്ത് അർത്ഥതലങ്ങളില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും നല്ലതുപോലെ വയറുവീക്കം കിട്ടിയില്ലേ? താങ്ക് യു കേരള പീപ്പിൾസ്. നിങ്ങളാണ് ശരിക്കും ജെന്യൂനായിട്ട് നിൽക്കുന്ന മനുഷ്യർ. കറക്റ്റ് കണക്കിന് കൊടുത്ത് അവൻ്റെ ഒരു ചാരിറ്റി, അവൻ ചാരിറ്റിയുടെ ജോലി ചെയ്തിട്ട് അതിൽ നിന്നൊരു തുക എടുത്ത് ചാരിറ്റിക്ക് കൊടുക്കുക. കണ്ടവൻ്റെ പണം കണ്ടിട്ട് വെള്ളം ഇറക്കാൻ നിൽക്കേണ്ട. അനീഷിന് കിട്ടിയെങ്കിൽ എനിക്കും കിട്ടുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വൃത്തി കിട്ടവൻ. നല്ല ഇതാണ് തലയിൽ. താങ്ക് യു.